പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പാതിവില തട്ടിപ്പിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡിജിപിയുടെ ഉത്തരവ്. അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയ ആനന്ദകുമാർ. തട്ടിയെടുത്ത പണം അനന്തു കൃഷ്ണൻ ജീവിതം ആഡംബരമാക്കാൻ ചെലവഴിച്ചതിനും തെളിവ് പുറത്ത്. അനന്തു കൃഷ്ണനിൽ നിന്ന് പാർട്ടി ഫണ്ട് വാങ്ങിയിരുന്നെന്ന് സമ്മതിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. പർവേഷ് വർമ്മയ്ക്ക് തന്നെ കൂടുതൽ സാധ്യത. MLA-മാരുമായി ചർച്ച പൂർത്തിയാക്കി BJP നേതൃത്വം. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJP ശ്രമം. ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി സർക്കാർ പ്രതിസന്ധിയിൽ. ആപ്പ് MLA-മാരെ വലയിലാക്കി അധികാരം പിടിക്കാൻ കോൺഗ്രസിന്റെ പദ്ധതി. MLA-മാരുടെ യോഗം വിളിച്ച അരവിന്ദ് കെജ്രിവാൾ. കളമശ്ശേരിയിൽ സുവിശേഷ പരിപാടിയിൽ ബോംബ് പൊട്ടിച്ച് ഡൊമിനിക് മാർട്ടിന് വിദേശ ബന്ധമോ? ബോംബുണ്ടാക്കുന്ന വിവരം വിദേശത്തെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചതിന്റെ തെളിവ് പുറത്ത്. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടും. നമ്മൾ വരുമാനദായകമായ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവിൽ ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടതാണ്. ഇനിയും ഒരു 10,000, 10,000, 20,000 കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. കിഫ്ബിയുടെ മോഡലിൽ അതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. നിയമസഭയിൽ ധനമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ വഴി നീളുന്നത് ടോളിലേക്ക് തന്നെ. കിഫ്ബിക്ക് വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ വേണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ധൂർത്തിന്റെ ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പ്രത്യേക മന്ത്രിസഭാ യോഗം വൈകിട്ട്. ചേർത്തല അർത്തുങ്കലിൽ ബാർ അടിച്ചു തകർത്ത് മദ്യക്കുപ്പിയുമായി കടന്ന കൊട്ടേഷൻ സംഘം. മുഖംമൂടി സംഘത്തിലെ ഒരാൾ പിടിയിൽ. എറണാകുളം തൃക്കാക്കരയിൽ ASIയുടെ തലയിലേക്ക് കല്ലെറിഞ്ഞ് അതിഥി തൊഴിലാളി. മദ്യപിച്ച് കുഞ്ഞുമായി ഔദ്യോഗിക വാഹനം ഓടിച്ച് DYSP അനിൽകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം വെള്ളറടിയിൽ അച്ഛനെ വെട്ടിക്കൊന്ന മകന്റെ മന്ത്രവാദ ബന്ധങ്ങൾ സ്ഥിരീകരിക്കാൻ പോലീസ്. പ്രതി പ്രജിന്റെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കും. കൊടുങ്ങല്ലൂരിൽ അമ്മയെ മകൻ കഴുത്തറുത്തു കൊന്നു. പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. DGPയുടേതാണ് ഉത്തരവ്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുക. ADGP H. വെങ്കിടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ പ്രതി അനന്തു കൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യനും TG സജിത്തും ഒപ്പം ഡാനി പോളും ചേരുന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. ഇത്ര വ്യാപ്തിയുള്ള ഒരു കേസിൽ, സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും തട്ടിപ്പ് നടന്നിട്ടുള്ള ഒരു കേസിൽ ഇപ്പോൾ 34 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുള്ളത്. എന്താണ് ഈ ഉത്തരവ് ഇറക്കിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, സംസ്ഥാനത്തെ 5 ജില്ലകളിലെ 34 പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബൈ സാഹിബ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായി കോട്ടയം ജില്ലയിലെ പൊൻകുന്നം, പാമ്പാടി, അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനുകളിലും, ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ഹരിപ്പാട്, പൂവച്ചൽ, മുഹമ്മ, മാന്നാർ, ചേർത്തല പോലീസ് സ്റ്റേഷനുകളിലും, ഇടുക്കിയിലെ കമ്പംമേട്, കട്ടപ്പന, നെടുങ്കണ്ടം, തൊടുപുഴ, കരിമാന്നൂർ, മറയൂർ, ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനുകളിലും, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പോത്താനിക്കാട്, വാഴക്കുളം പോലീസ് സ്റ്റേഷനുകളിലും, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 34 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 316, 318, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 34, 420 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇതിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുന്നത്. അവിടെ എടുത്തു പറയുന്ന കാര്യം,
ക്രൈംബ്രാഞ്ച് മേധാവി എസ് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ എക്കണോമിക് ഒഫൻസ് വിംഗ് അഥവാ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ഈ തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണന് പുറമെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതിലെ ഗൂഢാലോചന എന്താണ്, അതോടൊപ്പം അനന്തകൃഷ്ണനെ സഹായിക്കാൻ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ശ്രമിച്ച പ്രമുഖർ ആരെല്ലാമായിരിക്കും, ഇങ്ങനെ സമഗ്ര തലത്തിലായിരിക്കും അന്വേഷണം നടത്തുക. അതോടൊപ്പം ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ, അതായത് PMLA ആക്ട് അനുസരിച്ചുള്ള എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം കേന്ദ്ര ഏജൻസിയാകും നടത്തേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെതാകും അന്തിമ തീരുമാനം. ആ തീരുമാനം എടുക്കുന്നതിന് മുന്നോടിയായി ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി നടത്തുന്ന പരിശോധനയിൽ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. നിലവിൽ ഈ 34 കേസുകളിലായി 37 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഈ നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലൂടെ ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും അതിന്റെ ഗൗരവം വളരെ വലുതാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ എക്കണോമിക് ഒഫൻസ് വിംഗ് തന്നെ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. സംസ്ഥാനത്ത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഇരട്ടിയിലധികം പരാതികൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നീക്കങ്ങൾ. ക്രൈംബ്രാഞ്ച് സംഘത്തിന് പുറമെ പോലീസിന്റെ ഒരു സഹകരണത്തോടെ വിവരങ്ങളുമായി ഡാനി, ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ്. ഇതോടൊപ്പം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ പൈസ ഇയാൾ ഇങ്ങനെ തട്ടിയെടുത്ത് ഈ പൈസ എന്തൊക്കെ ചെയ്തു, ആഡംബര ജീവിതം, അനന്തുവിൻ്റേത് മാത്രമായിട്ട് ഏതാണ്ട് 21 അക്കൗണ്ടുകൾ, ഒരു മാസത്തിനിടെ 7 ലക്ഷം രൂപ, അങ്ങനെ പല പല വിവരങ്ങളും വരുന്നുണ്ട്. ഇയാളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട്? ശ്രീജ, ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായ വിവരം. കാരണം കോടിക്കണക്കിന് രൂപ ഇയാൾ വഴി ഇയാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇയാൾ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഇയാളുടെ മാത്രമായ രീതിയിലേക്കുള്ള ഒരു അക്കൗണ്ടിലേക്ക് വലിയ തുക ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം, ഇയാളുടെ ബാങ്ക് റെക്കോർഡുകൾ പ്രകാരം വരുന്നത് ഈ ഡിസംബർ മാസത്തിൽ മാത്രമായിട്ട് ഇയാളെ 7 ലക്ഷത്തിൽ പരം രൂപയാണ് ഇയാളുടെ ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6 തവണയിലധികം ഡൽഹിയിലേക്ക് വിമാനയാത്ര നടത്തുന്നു. ആഡംബര ഹോട്ടലിൽ, 5 നക്ഷത്ര ഹോട്ടലുകളിൽ ഇയാൾ വൻതുക ചെലവഴിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം അവിടെ താമസിക്കുന്നു. ഒരു ദിവസത്തെ താമസത്തിന് മാത്രമായി ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം രൂപ ഒരു ആഡംബര ഹോട്ടലിൽ ചെലവഴിച്ചതിൻ്റെ വിവരങ്ങൾ വരുന്നു. അത് മാത്രമല്ല, സംസ്ഥാനത്തെ പല ഹോട്ടലുകളിലും ഈ രീതിയിലുള്ള താമസവും യാത്രയും എല്ലാം തന്നെ ഇയാൾ നടത്തിയിട്ടു. അങ്ങനെ ഈ ഒരു മാസത്തെ കണക്കുകൾ, ഡിസംബർ മാസത്തെ കണക്കുകൾ മാത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. ഒട്ടനവധി പേരിൽ നിന്ന് പണം കൈക്കലാക്കിയ ഓരോ പ്രതിയുടെ ഒരു ജീവിത രീതി, ശൈലിയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ഇനി ഈ തട്ടിപ്പ് ശൈലി ഇത് തന്നെ നിർബാധം തുടരുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി ആർക്കൊക്കെ പണം നൽകിയെന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രധാനമായ ആരിലേക്കെങ്കിലും പണം എത്തിയത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലേക്ക് ഒരു വിവരങ്ങൾ ഇയാൾ കൈമാറിയിട്ടില്ല എന്നതും സൂചനയുണ്ട്. എങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതായി ഇയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇനിയും വരേണ്ടതുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എറണാകുളം ജില്ലയിലടക്കം വിവിധ സ്റ്റേഷനുകളിലായിട്ട് കേസുകൾ കൂടി വരികയാണ്. ഒപ്പം തന്നെയും ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ അടക്കം പലയിടത്തും തന്നെ കബളിപ്പിച്ചതായുള്ള വാർത്തകൾ വരുന്നു. അവരും ആ പരാതിയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മൂവാറ്റുപുഴ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ, റിമാൻഡിലേക്ക് തന്നെ പോവുകയും ചെയ്യും. സജിത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്, ഇയാൾ അനന്തു കൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ ഈ തട്ടിപ്പിൽ ഏറെ പറയപ്പെടുന്ന പേരാണ് സായിഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിൻ്റെത്. അദ്ദേഹം 4 ദിവസമായി വീട്ടിലെത്തിയില്ല എന്നതൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്? അതെ ശ്രീജ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഈ ആനന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കാരണം ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ അനന്തകൃഷ്ണൻ കഴിഞ്ഞാൽ ഈ കേസിൽ ഏറ്റവും ആരോപണ വിധേയനായ വ്യക്തി ആനന്ദകുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ പരാതികളിലും ആനന്ദകുമാറിന്റെ പേര് പരാമർശിച്ചാണ് പോലീസിന് മുന്നിൽ പരാതിയും എത്തുന്നത്. അതുകൊണ്ട് ആനന്ദകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യം തേടി ആനന്ദകുമാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒളിവിലെന്നാണ് മനസ്സിലാവുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ മുന്നിൽ ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. പ്രത്യേക
പ്രത്യേക സംഘം രൂപീകരിക്കുന്നു. ഇതോടുകൂടി അന്വേഷണ നടപടികൾ വേഗത്തിലുണ്ടാവും. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോൾ ആനന്ദകുമാറിന്റെ നീക്കമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ആനന്ദകുമാർ വരുത്തേണ്ടി വരും. കാരണം എല്ലാ പരാതികളിലും ആനന്ദകുമാറിന്റെ പേര് പരാമർശിക്കുന്നു എന്ന് മാത്രമല്ല, കൃത്യമായ ചില തെളിവുകൾ ആനന്ദകുമാറിനെതിരെ പോലീസിന് മുന്നിൽ കിട്ടിയിട്ടുമുണ്ട്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും അനന്തു കൃഷ്ണനെതിരെ പലതരം പരാതി വരുന്നുണ്ട്. ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ് ഇയാൾ തൻ്റെ കയ്യിലുള്ള പണം ചെലവഴിച്ചത് എന്ന വിവരങ്ങൾ വരുന്നു. സ്വന്തം കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ട് മറയാക്കിയായിരുന്നു ഈ തട്ടിപ്പും ഈ ആഡംബര ജീവിതവും. പ്രതിമാസം 8 ലക്ഷം രൂപ ആഡംബര ജീവിതത്തിന് മാത്രം വിമാനയാത്രയ്ക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനുമായാണ് പണം ചെലവഴിച്ചത്. സ്വന്തം കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷമാണ് പണം ചെലവഴിക്കൽ. ഡിസംബർ 1-നും 31-നും ഇടയിൽ അനന്തു കൃഷ്ണൻ വിമാനയാത്രയ്ക്കായി മാത്രം ചിലവാക്കിയത് 3,38,137 രൂപയാണ്. 6 തവണയാണ് ഡൽഹിക്കും കൊച്ചിക്കുമിടയിൽ അനന്തു യാത്ര ചെയ്തത്. അനന്തുവിനൊപ്പം മറ്റാരെങ്കിലും ഡൽഹിയിലേക്കുള്ള യാത്രകൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഡൽഹിയിലെ താമസമത്രയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ. ആകെ ചിലവായത് 3,66,183 രൂപ. ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ മാത്രം ഒരു ദിവസം 1,97,000 രൂപ. 21 അക്കൗണ്ടുകൾ അനന്തു കൈകാര്യം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവിധ ജില്ലകളിൽ നിന്ന് തട്ടിപ്പിനിരയായ നിരവധി പേരുടെ പരാതികളാണ് പോലീസിലെത്തുന്നത്. കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് നഷ്ടമായത് 58 ലക്ഷം രൂപയാണ്. പണം നഷ്ടമായത് 139 പേർക്ക്. സൊസൈറ്റി ഡയറക്ടർ ഫാദർ പോൾ തോമസ് പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ വിശദീകരണവുമായി സൊസൈറ്റി രംഗത്തു വന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെയും ആനന്ദകൃഷ്ണന്റെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതെന്നും തട്ടിപ്പിൽ കുടുങ്ങിയതെന്നും ഇവർ പറയുന്നു. 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്നും സൊസൈറ്റി പറഞ്ഞു. പാതിവില തട്ടിപ്പിൽ നിലമ്പൂരിൽ നിന്നും പരാതി പ്രളയമാണ്. ഇതുവരയ്ക്കും 97 പരാതികളാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. പൊന്നാനി മാറഞ്ചേരിയിൽ നിന്നും പരാതികൾ ഉയരുന്നു. മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബക്കറുടെ നേതൃത്വത്തിലുള്ള ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ ഉദ്ഘാടന പരിപാടിയിൽ കണ്ടുള്ള പരിചയം മാത്രമാണുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആനന്ദകുമാറും ജസ്റ്റിസ് രാമചന്ദ്രനും ഉള്ളതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ആനന്ദകുമാർ ക്ഷണിച്ചിട്ടാണ് പരിപാടിയിൽ പോയതെന്നും വി ശിവൻകുട്ടി വിശദീകരിച്ചു. കോൺഫെഡറേഷന്റെ ചെയർമാൻ ആനന്ദകുമാർ ശ്രീ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. ശ്രീ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ആനന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സത്യസായി ഗ്രാമത്തിൽ അടക്കം നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ പോയിട്ടുണ്ട്. കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി അനന്തു കൃഷ്ണനെ അതുവഴിയുള്ള അന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുള്ള ഒരു പരിചയമാണ് എനിക്കുള്ളത്. നാഷണൽ NGO കോൺഫെഡറേഷൻ സംസ്ഥാനത്തിലെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചപ്പോൾ KN ആനന്ദകുമാർ, അഡ്വൈസറി ചെയർമാൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടി അമ്മ എന്നിവർ ഈ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനും അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പക്ഷേ കിഫ്ബി പദ്ധതികൾക്ക് വരുമാനം കണ്ടെത്തിയേ പറ്റൂ എന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം കിഫ്ബി വെന്റിലേറ്ററിലാണെന്നും ജനങ്ങൾക്കതൊരു ബാധ്യതയായി മാറിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കിഫ്ബി പദ്ധതികൾ താളം തെറ്റിയെന്ന ആക്ഷേപത്തിലൂടെ റോഡുകളിലെ ടോൾ പിരിവ് നീക്കം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരികയായിരുന്നു. റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം ഫോണിനും റെയിലിനും പിന്നാലെ ടോൾ വരുന്നുവെന്ന് പരിഹസിച്ചു. ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ധനമന്ത്രിയുടെ മറുപടി. ഐസക് ഇവിടെ പറഞ്ഞു, ജനങ്ങൾക്ക് ബാധ്യത വരുന്നൊരു കാര്യം ചെയ്യില്ല, ബാധ്യത വരുന്ന കാര്യം ചെയ്യില്ല എന്നത് പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങളെല്ലാം വ്യക്തിപരമായി പറയുമ്പോൾ കിഫ്ബിയുടെ കാര്യവും മറ്റു വർക്കിന്റെ കാര്യവും പറയുന്നല്ലോ, വർക്കുകൾ നടക്കുന്നില്ലേ? പിന്നെ രാഷ്ട്രീയമായി പറയാം, അന്നുണ്ടായിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സാർ, അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല, ഇത് മൊത്തം വെട്ടിക്കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ഭാഗമാണ്. പക്ഷെ കിഫ്ബി നിർത്തി പുറകോട്ട് പോകാനല്ല, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ അന്ന് നിയമസഭ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള കാര്യം പറയണ്ട, വരുമാനദായകമായ പദ്ധതികൾ ഇല്ലെങ്കിൽ പറ്റില്ല, വേണമെന്ന് അങ്ങും പറഞ്ഞാണല്ലോ. ഏത് പദ്ധതി എങ്ങനെയെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണല്ലോ വരുമാനദായകമായ പദ്ധതി വേണം, NHA കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ. പക്ഷെ ഇപ്പൊ നമ്മൾ വരുമാനദായകമായ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവിൽ ചർച്ച ചെയ്ത് ആലോചിക്കുന്നതാണ്. ഇനിയും ഒരു 10,000, 10,000, 20,000 കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. കിഫ്ബിയുടെ
മോഡൽ അതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. സർക്കാരിന്റെ സഞ്ചിത നിധിയിൽ നിന്ന് പണം പറ്റുന്ന കിഫ്ബി ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ബാധ്യതയാണ്. ടോൾ പിരിച്ച് ഇനിയും ബാധ്യത അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ്. നമ്മൾ ഡബിൾ ടാക്സേഷൻ ആണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും മേടിച്ചു ആളുകളോട്, റോഡിൽ പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ ടാക്സും മേടിച്ചു, 2 ടാക്സ് മേടിച്ചു. എന്നിട്ട് അതിന്റെ മീതെ വീണ്ടും ടോളിന്റെ ടാക്സ് ആണ്. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ശരിയല്ല. ഇത് നീതിപൂർവമായ ഒരു നിലപാടല്ല. ജനിക്കും മുൻപേ കിഫ്ബിയെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്നത് ധൃതരാഷ്ട്രാലിംഗനമാണെന്ന് ധനമന്ത്രി. കിഫ്ബി വെന്റിലേറ്ററിലാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കിഫ്ബിയിൽ നടക്കുന്നത് അഴിമതിയും ധൂർത്തുമാണ്. അതിന്റെ ഭാരം ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമമെന്നാരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. വൈദ്യുതി കരാർ റദ്ദാക്കിയതിനെ ചൊല്ലി സഭയിൽ വീണ്ടും വാക്പോര്. റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരമില്ലാത്തതിനാലാണ് കരാർ റദ്ദാക്കിയതെന്നും കരാർ തുടരട്ടെ എന്നായിരുന്നു LDF നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറഞ്ഞ നിരക്കിന് ലഭിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയത് എന്തിന് എന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ CPM നേതാക്കൾ തന്നെയാണെന്ന് VD സതീശൻ വിമർശിച്ചു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇവിടെ എല്ലാം ഭദ്രമാണ്, മന്ത്രി അഭിനന്ദിച്ചു എന്ന് പറയുന്നവർ ₹4.29 പെർ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന UDF ഗവൺമെന്റ് കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കി 10 രൂപയ്ക്കും 14 രൂപയ്ക്കും പെർ യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ നൽകി ഇരുട്ടടിയാണ് നൽകിയത്. ഇവിടെ ആ ദീർഘകാല കരാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റദ്ദ് ചെയ്തത്? ഈ അദാനി, ജിൻഡൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ കുത്തക വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കി നൽകിയതെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ₹4.29 25 വർഷത്തേക്കുള്ള വൈദ്യുതി കരാർ ഉണ്ടാക്കിയത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 7 വർഷം തുടർച്ചയായിട്ട് അതേ റേറ്റിൽ വൈദ്യുതി വാങ്ങിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയിൽ ആരൊക്കെയാണ്? നേരത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ശ്രീ MM മണി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, CPMന്റെ അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ആൾ, ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ. ഇവരിത് റദ്ദാക്കിയിട്ട് സാർ ₹4.29 25 കൊല്ലത്തേക്ക് മേടിക്കാനുള്ള വൈദ്യുതി മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15-20 കോടി രൂപ വൈദ്യുതി ബോർഡ് നഷ്ടത്തിൽ പോകുന്നു. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വായ്പയായി അനുവദിക്കാമെന്ന കേന്ദ്ര നിലപാട് വിവേചനപരമെന്ന് മന്ത്രി VN വാസവൻ. ഇതിനെതിരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും കത്തെഴുതിയിട്ടുണ്ട്. VGF കിട്ടിയില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകും. വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ കൂടുതൽ അന്വേഷണം. ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കിയ രീതി ഒരു വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇയാളുടെ വിദേശ ബന്ധങ്ങളിൽ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുക. കഴിഞ്ഞ ദിവസമാണ് ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത്. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുക. ഡൊമിനിക് മാർട്ടിൻ 10 വർഷത്തോളം ദുബായിലായിരുന്നു. ഇവിടെ വെച്ച് ഇയാൾക്ക് ബോംബുണ്ടാക്കാൻ സഹായം ലഭിച്ചിരിക്കാമെന്ന് അന്വേഷണ സംഘം സംശയിച്ചിരുന്നു. UAEയിൽ അന്വേഷണം നടത്താൻ നിയമപരമായി സാധ്യമല്ലാത്തതിനാലാണ് ഇന്റർപോളിന്റെ സഹായം തേടിയത്. ഇയാൾ ദൃശ്യമയച്ചത് സുഹൃത്തിന്റെ നമ്പറിലേക്കാണ് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തലെങ്കിലും നമ്പറിന്റെ ഉടമയെ കണ്ടെത്താനായിട്ടില്ല. ഇന്റർപോൾ സഹായത്തോടെ അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ നമ്പറിന്റെ ഉടമയ്ക്ക് സ്ഫോടനവുമായി ബന്ധമുണ്ടെങ്കിൽ കേസിൽ പ്രതി ചേർക്കും. 2023 ഒക്ടോബർ 29 രാവിലെയാണ് യഹോവ സാക്ഷികളുടെ സമ്മേളനം നടന്ന കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ അന്ന് 8 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരി വാഹനമിടിച്ച് അബോധാവസ്ഥയിലായ സംഭവത്തിൽ പ്രതി പിടിയിൽ. കാർ ഡ്രൈവർ പുറമേരി സ്വദേശി ഷെജിലാണ് കോയമ്പത്തൂരിൽ പിടിയിലായത്. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു.
വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തുന്നതിനാണ് പുറമേരി സ്വദേശി ഷെജിൽ കോയമ്പത്തൂർ വിമാനമിറങ്ങിയത്. ലുക്കൌട്ട് സർക്കുലർ നിലവിലുള്ളതിനാൽ വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. 2024 ഫെബ്രുവരി 17 വടകര ചേറോട് വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരുക്കേറ്റ ദൃശാന കോമയിൽ തുടരുകയാണ്. പ്രതിക്കെതിരെ കൊലക്കുറ്റവും വധശ്രമവും ചുമത്തണമെന്നാണ് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെടുന്നത്. ജീവൻ റോഡുമ്പോൾ കിടന്നിട്ടും അയാൾ അത് കണ്ടും കൊണ്ട് നിർത്താണ്ട് പോയി. അയാൾ അതിന് നിർത്തിയതാണെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഞാൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അമ്മ. പക്ഷെ അയാൾ നിർത്താണ്ടാണ് ആ വണ്ടി പോയതും. എന്നിട്ടും അയാൾ ഈ കുറ്റം കാറിനെ ഇതാക്കി വർഷാപ്പ് കൊണ്ട് ഇതാക്കി ചെയ്ത് പുതിയതാക്കി. എന്നിട്ട് അയാൾ ഇൻഷൂർ പണവും വാങ്ങി. എന്നിട്ട് അയാൾ ഗൾഫിൽ കടന്നുപോയി. ദൃശാനയും മുത്തശ്ശിയും റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് കാറിടിച്ചത്. അപകടത്തിൽ പരുക്കേറ്റ ദൃശാനയുടെ മുത്തശ്ശി മരിച്ചു. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയ പ്രതി മാർച്ച് 14 വിദേശത്തേക്ക് കടന്നു. ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കാർ മതിലിലിടിച്ചെന്ന് വരുത്തിയാണ് പ്രതി ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചത്. അപകടത്തിന് ശേഷം വാഹനത്തിന് രൂപമാറ്റം വരുത്തിയെന്നും പോലീസ് കണ്ടെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി 50,000 ഫോൺ കോളുകളും 19,000 വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ അമ്മയെ കഴുത്തെറുത്തു കൊലപ്പെടുത്താൻ ശ്രമം. മദ്യലഹരിയിലായിരുന്നു മകന്റെ ക്രൂരത. ഗുരുതരമായി പരിക്കേറ്റ സീനത്ത് ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം. ലഹരിക്കടിമയായ മകൻ മാതാവിനെ മർദ്ദിക്കുകയും തുടർന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സീനത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതി മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ നിരന്തരം പ്രശ്നമുണ്ടാക്കിയിരുന്നതായി നാട്ടുകാരും പറയുന്നു. 3 വർഷം മുൻപ് പിതാവ് ജലീലിനെയും മുഹമ്മദ് ആക്രമിച്ചിരുന്നു. ന്യൂസ് 18 കൊടുങ്ങല്ലൂർ. തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ദുർമന്ത്രവാദ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ്. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെള്ളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊന്നത്. സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ദുർമന്ത്രവാദം അടക്കമുള്ളവ സംശയിക്കുകയാണ് കുടുംബം. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതാണ് ഇയാൾ ദുർമന്ത്രവാദത്തിൽ അകപ്പെട്ടിരുന്നു എന്ന സംശയം ബലപ്പെടാൻ കാരണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രജിന്റെ ജീവിത രീതിയും ബന്ധങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. പ്രതിയുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കും. കൊലപാതകത്തിന് 3 ദിവസം മുൻപ് ഇയാൾ ഐഫോൺ ഫോർമാറ്റ് ചെയ്ത് വീട്ടുകാർക്ക് തിരികെ നൽകിയിരുന്നു. നെയ്യാറ്റിൻകര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ചൈനയിലെ വുഹാനിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പിന്നീട് സിനിമാ പഠനത്തിനായി എറണാകുളത്ത് പോയി വന്ന ശേഷമാണ് പ്രജിന് മാറ്റങ്ങൾ തുടങ്ങിയതെന്നും കുടുംബം പറയുന്നു. പ്രജിൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ 2ാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു. നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ കയ്യാങ്കളി പതിവായതായും കുടുംബം പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹിയിൽ സർക്കാർ രൂപീകരണം പ്രധാനമന്ത്രി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം മാത്രം. ഇന്നലെ MLA-മാരുടെ യോഗം ചേർന്നെങ്കിലും ദേശീയ നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് MLA-മാർ ഉള്ളത്. 5-ലധികം പേരുകളാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. പർവേഷ് വർമ്മ, വിജേന്ദർ ഗുപ്ത, സതീഷ് ഉപാധ്യായ, ശിഖ റായ് തുടങ്ങിയ പേരുകൾ സജീവമായി ചർച്ചയിലുണ്ട്. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. പാരീസിൽ ചൊവ്വാഴ്ച നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അധ്യക്ഷം വഹിക്കും. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ചൈനയുടെ പ്രധാനമന്ത്രി ഡിങ് സൂക്സിയാങ് തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മോദി മാക്രോൺ പ്രത്യേക ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തമാക്കുന്നതിൽ ധാരണയാകും. 12-13 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ അമേരിക്കൻ യാത്ര കൂടിയാണിത്. ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലെ MLA-മാരെ വലയിലാക്കാൻ നീക്കം ആരംഭിച്ച കോൺഗ്രസ് 30 MLA-മാരുമായി ആശയവിനിമയം നടത്തിവരികയാണെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നു. വിമത നീക്കമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുടെ യോഗം വിളിച്ചു. ഡൽഹി നഷ്ടപ്പെട്ടതോടെ ആം ആദ്മി പാർട്ടിക്ക് അധികാരമുള്ള ഏക സംസ്ഥാനം പഞ്ചാബാണ്. അവിടെയും കാര്യങ്ങൾ പന്തിയല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം.
30 MLA-മാരുമായി ആശയവിനിമയം നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബാജ്വയാണ് രംഗത്ത് വന്നത്. ഡൽഹി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പഞ്ചാബ് ആം ആദ്മി ഘടകത്തിലുള്ള മുറുമുറുപ്പ് പരമാവധി മുതലാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുമെന്നും മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകുമെന്നും ബജ്വ അവകാശപ്പെട്ടു. കോൺഗ്രസിന്റെ അവകാശവാദം ആം ആദ്മി പാർട്ടി തള്ളിയെങ്കിലും കരുതലോടെയാണ് നീക്കം. കൂടുമാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുടെ യോഗം വിളിച്ചു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 117-ൽ 92 സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചത്. 30 MLA-മാർ മറുകണ്ഠം ചാടിയാലും തൽക്കാലം ഭരണത്തെ ബാധിക്കില്ലെങ്കിലും പാർട്ടി ദുർബലമാകുന്നുവെന്ന പ്രചാരണത്തിന് അത് ശക്തി കൂട്ടും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്കെന്ന സൂചന. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രം പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ മതിയെന്ന നിലപാടിലാണ് BJP. സ്പീക്കർ സത്യബ്രത സിംഗ്, ഗ്രാമവികസന മന്ത്രി ഖേംചന്ദ്, മുൻ സ്പീക്കർ YK സിംഗ് എന്നിവരുടെ പേരുകൾ ചർച്ചകളിലുണ്ട്. ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഇന്നലെ വൈകിട്ടാണ് ബീരൻ സിംഗ് രാജിവെച്ചത്. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് തടയാനാവില്ല എന്ന സ്പീക്കറുടെ നിലപാടാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. കഴിഞ്ഞ ആഴ്ചയാണ് സ്പീക്കർ അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. പെരുമ്പാവൂർ വാഴക്കുളം പാര്യത്തുകാവ് കോളനി ഒഴിപ്പിക്കലിനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വൻ പ്രതിഷേധം. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. സ്ത്രീകളടക്കം കനത്ത പ്രതിഷേധമാണ് ഇപ്പോഴും ഉയർത്തുന്നത്. നമുക്കറിയാം പട്ടജാതിക്കാരെ ഇറക്കി വിട്ട് കൊന്നുകൊണ്ട് അവരെ സ്ഥലത്തിന് പോകട്ടെ. അപ്പോൾ അവര് പത്രയിലേക്കാണ് ഇവിടെ നാട്ടിലുള്ളത്. ഈ പട്ടികജാതിക്കാർക്ക് എന്തായാലും നീതിയുള്ള പട്ടികജാതിക്കാർക്ക് ഇത്ര സ്ഥലത്തില്ല, ഇത്ര വീട് തരാം. എന്തിനാ വലിയ സ്ഥലക്കില്ലേ? അവർക്ക് ആധാരം എവിടെയാ? പട്ടയ എവിടെയാ? കലത്തിന്റെ രസീത് എവിടെയാ? അതൊക്കെ അവരായില്ല. അവർ ഞങ്ങളെ നോക്കാൻ നിൽക്കുന്നവരാ. ഞങ്ങളെ ലോക്കിയെ കേൾക്കാമില്ല, അറിയില്ല, മാറില്ല. അത് തന്നെ ആശുപത്രി കൊണ്ടാണ്. എന്നെ ആശുപത്രി കൊണ്ട് ഞാൻ ആശുപത്രി പോയി കിടന്ന ഇവിടെ ഈ പിള്ളേരെ കസ്റ്റഡി കൊണ്ടാണ്. നടക്കൂല. ഈ പട്ടികജാതിക്കാർക്ക് എന്താ നീതി നോക്കട്ടെ. പോലീസുകാർക്ക് മാത്രമല്ല പട്ടികജാതിക്കുണ്ട് വില. പട്ടികജാതിക്ക് വിലയുണ്ട്, പട്ടികജാതിക്കായ വിലയുണ്ട്. അവര് പോകാണ്ട് മാറില്ല. ഞാൻ രാത്രി വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതായി CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു വീട്ടമ്മമാർക്കുള്ള പെൻഷൻ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമുണ്ടായില്ല. പ്രകടന പത്രികയിലെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ജനം വാഗ്ദാന ലംഘനമായി കരുതും. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പാക്കണമെന്ന പൊതുചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ജില്ലാ നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷ വിമർശനമുയർന്നു. കരുവന്നൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിഞ്ഞ ഘട്ടത്തിൽ നേതൃത്വം ഇടപെട്ടില്ല. നേതൃത്വത്തിന്റെ മൗനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചതായും പ്രതിനിധികൾ വിമർശിച്ചു. ആലപ്പുഴ അർത്തുങ്കലിൽ ബാർ അടിച്ചു തകർത്ത് കൊട്ടേഷൻ സംഘം. അർത്തുങ്കലിലെ ചള്ളിയിൽ കാസ എന്ന ബാറാണ് തകർത്തത്. കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം മദ്യവും അവിടെ നിന്ന് അപഹരിച്ചു. സംഭവത്തിൽ ഒരാളെ അർത്തുങ്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രണ്ട് ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ബാറിനകത്തേക്ക് കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഇവർ പ്രവേശിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ആയുധങ്ങളുമായി എത്തിയവരെ കണ്ട ജീവനക്കാരും ബാറിലെത്തിയവരും ഭയന്നോടുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. മുണ്ട് ധരിച്ച ഒരാൾ ഉൾപ്പെടെ 2 പേരാണ് ആദ്യം അകത്ത് കയറിയത്. മുഖം മഫ്ലർ കൊണ്ട് മറച്ച ഇരുവരും റൂമിലുള്ളവരെ പുറത്തിറക്കിയ ശേഷം കൗണ്ടർ അടിച്ചു തകർക്കുകയായിരുന്നു. ക്യാഷ് കൗണ്ടർ തകർത്ത് പണം അപഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അലമാരകളിൽ നിന്ന് മുന്തിയ ഇനം മദ്യവും ഇവർ മോഷ്ടിച്ചു. ജീവനക്കാരന്റെ മൊബൈലും ഇവർ കൈക്കലാക്കി. 1.5 ലക്ഷം രൂപയുടെ മദ്യവും മറ്റ് നാശനഷ്ടങ്ങളും ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ബാർ ഉടമ സ്വാമിനാഥൻ പറഞ്ഞു. മോഷണമാണ് ലക്ഷ്യമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണു പോലീസ് പിടിയിലായി. ഇയാൾ സംഘത്തിലുണ്ടായിരുന്നതായി ഏറെക്കുറെ പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. അക്രമത്തിനിടയിൽ കയ്യിലിരുന്ന ആയുധം കൊണ്ട് സംഘത്തിലൊരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. രക്തം വീണ ഭാഗങ്ങളിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി.
സംഘത്തിൽ കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യവിരുദ്ധ സംഘമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണവില ഇന്നും കൂടി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7,950 രൂപ, പവന് 63,600 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6,585 രൂപ, പവന് 52,680 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോയ്ക്ക് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. ഭവ്യ പാർവതി ചേരും. കഴിഞ്ഞ